പാലക്കാട് വാളയാർ റേഞ്ചിലെ താൽക്കാലിക ഫോറസ്റ്റ് വാച്ച് കണ്ണന്റെ ജീവിതത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. വന്യമൃഗങ്ങളിൽ നിന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷയൊരുക്കാൻ മുന്നിട്ടിറങ്ങുന്ന കണ്ണൻ തന്റെ കുടുംബത്തിന് സുരക്ഷയൊരുക്കാൻ നെട്ടോട്ടമോടുകയാണ്. മേൽക്കൂരയില്ലാത്ത പാതി മേഞ്ഞ ഒരു വീട്ടിലാണ് കണ്ണനും 2 മക്കളും കഴിയുന്നത്. മഴയായാലും വെയിലായാലും അത് മുഴുവൻ കണ്ണന്റെ വീട്ടിൽ തളം കെട്ടിക്കിടക്കും. വനം കാക്കണം, നാട്ടിലിറങ്ങുന്ന മൃഗങ്ങളിൽ നിന്ന് മനുഷ്യർക്കും സുരക്ഷയൊരുക്കണം. വാളയാർ റേഞ്ചിന് കീഴിലുള്ള വനവകുപ്പ് താത്കാലിക വാച്ചറായി ജോലി ചെയ്യുന്ന ധോണി സ്വദേശി കണ്ണന്റെ ജോലിയാണത്. ഒരിറ്റി പിഴവില്ലാതെ കണ്ണൻ അത് ചെയ്യും. പക്ഷെ വരാനിരിക്കുന്ന പെരുമഴക്കാലത്ത് തന്റെ കുടുംബത്തെ എങ്ങനെ കാക്കുമെന്ന് കണ്ണൻ അറിയില്ല. തെങ്ങോലയും ടാർപ്പായും വലിച്ചു കെട്ടിയ മേൽക്കൂരയില്ലാത്ത ഈ ചുവരുകൾക്കിടയിലാണ് 2 മക്കളും കണ്ണനും കഴിയുന്നത്. അകത്തേത്തറ ഗ്രാമപഞ്ചായത്തിലെ ധോണി പയറ്റാങ്കുന്ന് പഴയംപുള്ളിയിലാണ് കണ്ണന്റെ താമസം. 3 സെന്റ് സ്ഥലത്ത് പട്ടികജാതി വികസന വകുപ്പിൽ നിന്നും കിട്ടിയ 75,000 രൂപ കൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വീട് പണി തുടങ്ങിയതാണ്. പക്ഷേ വീടിന്റെ തറകെട്ടി ഒരു മുറിയുടെയും മറ്റു കുറച്ച് ഭാഗങ്ങളിലും ചുമര് ഉയർത്തിയപ്പോഴേക്കും പണമില്ലാതെ പണി നിലച്ചു. പ്രളയകാലത്ത് മക്കൾ പഠിച്ചിരുന്ന ഉമ്മിനി സ്കൂളിൽ നിന്നും കിട്ടിയ സഹായം കൊണ്ട് മുറിയുടെ ഒരു ഭാഗം മാത്രം ഓടിമേഞ്ഞു. ബാക്കി ഭാഗങ്ങൾ മുഴുവനും ഇങ്ങനെ ശൂന്യമായി കിടക്കുകയാണ്. അസുഖബാധിതയായ കണ്ണന്റെ ഭാര്യ രജനി കഴിഞ്ഞ വർഷം ജനുവരിയിൽ ഈ വീട്ടിൽ കിടന്നാണ് വിട പറഞ്ഞത്. ഇളയ മകൻ ആദർശ് കടുത്ത പ്രമേഹ രോഗിയാണ്. എപ്പോഴാണ് വെയ്യാതാവുകയെന്ന് പറയാനാവില്ല. ഇടയ്ക്കിടയ്ക്ക് ഛർദി വരും. ചിലപ്പോൾ ക്ഷീണം മൂലം എഴുന്നേറ്റിരിക്കാൻ പോലും കഴിയില്ല. അതിനിടയിലും ഈ വീട്ടിലിരുന്ന് ആദർശ് SSLC പാസ്സായി. സഹോദരൻ ആകാശ് +2 പൂർത്തിയാക്കി. കണ്ണന് വനംവകുപ്പിൽ ജോലിയുള്ളതിനാൽ വീട്ടിൽ അടുപ്പ് പുകയുന്നുണ്ട്. പക്ഷേ മാനമൊന്ന് കറുത്താൽ തന്നെ ആ അടുപ്പ് കെടും. വെള്ളം മുഴുവൻ വീട്ടിൽ തന്നെ തളം കെട്ടും. ഇത്തവണ മഴ അരങ്ങ് തകർക്കും മുമ്പ് തങ്ങളുടെ ദുരിതത്തിന് ഒരു അറുതി വരണേ എന്നാണ് ഈ കുടുംബത്തിന്റെ പ്രാർത്ഥന. വീഡിയോ ജേർണലിസ്റ്റ് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.